ബംഗാൾ, തമിഴ്നാട്, കേരളം, പുതുച്ചേരി, അസം ഈ അഞ്ച് സംസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, 4 സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവും. അപ്പോൾ ഇവിടേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇനിയിപ്പം റിസൾട്ടിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. 4-ാം തീയതി റിസൾട്ട് അറിയാൻ സാധിക്കും. പക്ഷേ എക്സിറ്റ് പോളുകൾ കൃത്യമായിട്ടുള്ളൊരു സൂചന തന്നെയാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള എക്സിറ്റ് പോളുകളാണ് ഡിഫറെൻറ്റ് ഏജൻസീസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ എക്സിറ്റ് പോളുകൾ 100%ഉം കറക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സംസ്ഥാനം അസമാണ്. കാരണം അസമിൽ BJP ഭരണത്തിൽ വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഈ സംസ്ഥാനങ്ങളെ 4 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത ഏക സംസ്ഥാനം അസമായിരുന്നു. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ജനപ്രീതി, അദ്ദേഹത്തിൻ്റെ ഒരു കരിസ്മ, സ്ത്രീകൾക്കിടയിലാണെങ്കിലും യുവാക്കൾക്കിടയിലാണെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് നല്ലൊരു സ്വാധീനമുണ്ട്, ആ ഒരു കരിസ്മയുണ്ട്, ജനകീയ ഇമേജ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറുഭാഗത്ത് കോൺഗ്രസിന് നല്ലൊരു ലീഡർ പോലും ഇല്ല എന്നതാണ് ഒരു വസ്തുത. തരുൺ ഗൊഗോയുടെ മകൻ എന്നതിൽ ഉപരി ഗൗരവ് ഗൊഗോയ്ക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രതിച്ഛായൊന്നും അസമിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരുപാട് വിവാദങ്ങളും പാകിസ്ഥാൻ ബന്ധം ഉൾപ്പെടെയുള്ള ഒരുപാട് വിവാദങ്ങളും ഉയർത്താൻ BJPക്ക് ഗൗരവ് ഗൊഗോയ്ക്കെതിരെ സാധിച്ചിരുന്നു. പിന്നെ അസമിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ബംഗ്ലാദേശി ഇമിഗ്രൻസിൻ്റെ അല്ലെങ്കിൽ ആ രീതിയിൽ ബംഗ്ലാദേശ് ഒറിജിനായുള്ള മുസ്ലിങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം മറ്റ് വിഭാഗങ്ങൾക്കിടയിലൊന്നും കോൺഗ്രസിന് ഒരു സ്വാധീനമില്ല. കോൺഗ്രസ് ആണെങ്കിൽ ഈ പറയുന്ന മിയ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് അസമിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പം ലോവർ ആസാമിലും ബരാക് വാലിയിലും ഈ 2 പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന ബംഗ്ലാദേശി ഒറിജിനായ മിയ മുസ്ലിങ്ങളുള്ളത്. അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മേഖലകൾ മാറ്റി നിർത്തുകയാണെങ്കിൽ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം എവിടെയും ഉണ്ടാക്കാൻ പറ്റില്ല എന്നതാണ് ഒരു വസ്തുത. BJPക്ക് വലിയൊരു പ്രൊജക്ഷനാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം നൽകുന്നത്. 90 മുതൽ 100 സീറ്റ് വരെ BJP നേടിയേക്കാം. ആകെ 126 സീറ്റാണുള്ളത്. അപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്കാണ് ഹിമന്ത ബിശ്വ ശർമ്മയും BJPയും പോകുന്നത്. തുടർച്ചയായി 3-ാം തവണയും അസം BJP ഭരിക്കാൻ പോകുന്നു എന്നുള്ള കൃത്യമായുള്ള ഒരു സൂചന തന്നെയാണ് എക്സിറ്റ് പോളുകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി വല്ലാത്തൊരു അപജയത്തിലൂടെയാണ് പോകുന്നത്. കാരണം കോൺഗ്രസിലെ ഹിന്ദു നേതാക്കൾക്ക് അസമിൽ തുടരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ്, 2 ഹിന്ദു ഫേസസ് എന്നൊക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ 2 പ്രമുഖ നേതാക്കളാണ് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് BJPയിൽ എത്തിയത്. ഒന്ന് പ്രദ്യുത് ബോർദലോയും അതിനു മുമ്പ് ഭൂപേൻ ബോറയും. രണ്ടും നല്ല ടവറിംഗ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ 2 പേരും പോയത് തന്നെ കൃത്യമായുള്ളൊരു സൂചനയായിരുന്നു. അതായത് കോൺഗ്രസ് ഒരു വലിയ തകർച്ചയിലേക്കാണ് അസമിൽ പോകുന്നതെന്ന്. അത് ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രഡിക്ഷനാണ്. എല്ലാ എക്സിറ്റ് പോളുകളും അസമിൽ കോൺഗ്രസിൻ്റെ ദയനീയ തകർച്ചയാണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPക്ക് അപ്പർ ആസാമിലാണെങ്കിലും അതുകൂടാതെ സെൻട്രൽ ആസാം, നോർത്ത് ആസാം, ഈവൻ ബരാക് വാലിയിൽ പോലും മുസ്ലിം മേഖലകളിൽ പോലും BJPക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അസമിലെ തനത് മുസ്ലിങ്ങൾക്കിടയിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് നല്ല ഒരു സ്വാധീനമുണ്ട്. കാരണം ഈ മിയ മുസ്ലിങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന് വലിയ പോപ്പുലാരിറ്റി ഇല്ലാതെ. അദ്ദേഹത്തിൻ്റെ നിലപാടാണെങ്കിലും ഈ ബംഗ്ലാദേശി ഒറിജിനായുള്ള മുസ്ലിങ്ങൾക്കെതിരെയാണ്. അല്ലാതെ അസമിലെ അസമീസ് ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളോട് അദ്ദേഹത്തിന് ഒരു വിരോധവുമില്ല. അദ്ദേഹത്തിന് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും BJPക്കും അവരുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഒരു വസ്തുത. അതുകൂടി കണക്കിലെടുത്താണ് ഇത്രയും വലിയൊരു വിജയം എക്സിറ്റ് പോളുകളൊക്കെ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ AGP ഉണ്ടായിരുന്നു BJPക്കൊപ്പം. അതുകൂടാതെ തന്നെ BPF എന്ന് പറയുന്ന ബോഡോ പാർട്ടിയും BJPക്കൊപ്പം സഖ്യമായിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപ്പർ ആസാമിലെയും അതുകൂടാതെ നോർത്ത് ആസാമിലെയൊക്കെ പ്രദേശങ്ങളിൽ ഒരു വലിയ വിജയം തന്നെ BJPക്ക് ഉണ്ടാകും എന്നുള്ളത്. അസം ശരിക്കും ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തനത് അസമീസ് വിഭാഗക്കാരും അതുകൂടാതെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന മിയ മുസ്ലിങ്ങളുമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ലോവർ ആസാമിലും ബരാക് വാലിയിലും ഈ പറയുന്ന കോൺഗ്രസിന് സ്വാധീനമുണ്ടാവും. പക്ഷെ അതിന് പുറത്തേക്ക് ഇപ്പോൾ അപ്പർ ആസാം ആണെങ്കിലും നോർത്ത് ആസാം ആണെങ്കിലും സെൻട്രൽ ആസാം ആണെങ്കിലും ഹിന്ദു മെജോറിറ്റി റീജിയൻസ് അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പം ഗൗരവ് ഗൊഗോയ് തന്നെ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സർവേ നമുക്ക് എളുപ്പത്തിൽ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവേ തന്നെയാണ്. അതിപ്പോൾ എക്സിറ്റ് പോൾ നടത്തിയ ഏജൻസികൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അത്രയും ഒരു പ്രോ ഇൻകംബൻ്റ് ആയിട്ടുള്ള സർക്കാരാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ BJP സർക്കാർ എന്നതാണ് ഒരു വസ്തുത.